സദ്ഗുരുവേ ശരണം. നിങ്ങൾക്കൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ട എല്ലാ തരത്തിലുമുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലുള്ളത് കേട്ടോ. ഏകദേശം ഒരു 50ഓളം ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ഏതൊരു ഇന്റർവ്യൂവിന് പോയാലും നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസോട് കൂടി അതിന് മറുപടി പറയാൻ പറ്റും. ഇതിന് ഒറ്റ വീഡിയോ മതിയാവും. ഓക്കെ, സോ വെൽക്കം ടു 24-day ഫ്രീ കോഴ്സ് സ്പോക്കൺ ഇംഗ്ലീഷ് ഡേ 7. അപ്പൊ ഇതുവരെയുള്ള എല്ലാ വീഡിയോസും നിങ്ങൾ കണ്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് മാത്രമേ ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാൻ പറ്റൂ കേട്ടോ. അപ്പൊ അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുന്ന കാര്യം ആരും മറക്കരുത്. അപ്പൊ നമുക്ക് പഠിക്കാം. സോ ആർ യു റെഡി? ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. So welcome to English Guru's brand new episode. I am Ashalada Srijit. ഇന്റർവ്യൂവിന് നമ്മൾ റൂമിനകത്തേക്ക് കടക്കുകയാണ്. കണ്ട ഉടനെ നമ്മൾ അവരെല്ലാവരെയും വിഷ് ചെയ്യണം അല്ലേ? ഗുഡ് മോർണിംഗ് എവ്രി വൺ, ഗുഡ് മോർണിംഗ് സർ എന്ന് നമ്മൾ പറയണം. അപ്പോൾ അവർ നമ്മളോട് ഇരിക്കാൻ പറയും. ടേക്ക് യുവർ സീറ്റ് എന്ന് പറയുമ്പോൾ താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കും. നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും അവരുടെ മുമ്പിൽ ഉണ്ടാവും അല്ലേ? അവർക്കതറിയാം, അവരിത് വായിച്ചു നോക്കുന്നുണ്ടാവും. പക്ഷേ നമ്മൾ നമ്മളെക്കുറിച്ച് എങ്ങനെ അവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നു എന്ന് അറിയാൻ അവർക്ക് താല്പര്യമുണ്ട്. അതുകൊണ്ട് അവർ ചോദിക്കും, ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ അവിടെ പറയണം. ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരും, ചിലപ്പോൾ ഒന്നും വരില്ല. അപ്പോൾ എന്തായാലും നമുക്കൊരു ചെറിയൊരു സിമ്പിൾ ഒരു ഫോർമുല ഉണ്ടെങ്കിൽ എന്തൊക്കെ പറയണം എന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. എന്താണ് ആ ഈസി ഫോർമുല? ദാ സ്ക്രീനിൽ നോക്കിയോളൂ. നെയിം, പ്ലേസ്, ബാക്ക്ഗ്രൗണ്ട്, എഡ്യൂക്കേഷൻ, എക്സ്പീരിയൻസ്, പാഷൻ, സ്ട്രെങ്ത്, ഗോൾ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓരോ സെന്റൻസിൽ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് പറയാം. ആദ്യം നമുക്ക് നെയിം, ആദ്യം നമുക്ക് പേര് പറയാം. ഐ എം ആശാലത. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പേര് പറയണം. പറഞ്ഞോ. ഐ വാസ് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ കേരള. അപ്പൊ നമ്മൾ എവിടെയാണ് ജനിച്ചത്, വളർന്നത്. പക്ഷെ ഇപ്പൊ നമ്മൾ കറന്റ്ലി നമ്മൾ വേറെ എവിടെയെങ്കിലും ആണ് ജീവിക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ ഇങ്ങനെ പറയണം, ബട്ട് കറന്റ്ലി ഐ എം ലിവിങ് ഇൻ ബാംഗ്ലൂർ. ഇപ്പോൾ ഞാൻ ബാംഗ്ലൂരാണ് താമസിക്കുന്നത്. കറന്റ്ലി എന്ന് വെച്ചാൽ ഇപ്പോൾ, നിലവിൽ എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ട്, അതായത് നമ്മൾ ഏതൊരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്നാണ് വരുന്നത് എന്ന് നമ്മൾ പറയണം. ഐ കം ഫ്രം എ സപ്പോർട്ടീവ് ഫാമിലി. നല്ല പിന്തുണ നൽകുന്ന ഒരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഐ കം ഫ്രം എ സപ്പോർട്ടീവ് ഫാമിലി ദാറ്റ് വാല്യൂസ് എഡ്യൂക്കേഷൻ ആൻഡ് ഡിസിപ്ലിൻ. വിദ്യാഭ്യാസത്തിനും അച്ചടക്കത്തിനും വളരെ മൂല്യം കൽപ്പിക്കുന്ന ഒരു കുടുംബം എന്നാണ് അർത്ഥം. സോ ഐ കം ഫ്രം എ സപ്പോർട്ടീവ് ഫാമിലി ദാറ്റ് വാല്യൂസ് എഡ്യൂക്കേഷൻ ആൻഡ് ഡിസിപ്ലിൻ. അപ്പൊ ഇതെല്ലാം നിങ്ങൾ പറഞ്ഞ് പറഞ്ഞ് പഠിക്കണം. അപ്പൊ ബാക്ക്ഗ്രൗണ്ട് കഴിഞ്ഞു. ഇനി നമ്മൾ എഡ്യൂക്കേഷൻ ആണ്. I have completed my graduation in English literature from MG University. I have completed my graduation in English literature from MG University. ഇപ്പൊ നിങ്ങൾ എവിടെയാണോ പഠിച്ചത് അത് നിങ്ങൾ ഇവിടെ ആഡ് ചെയ്യുക. ഇനി നമുക്ക് എക്സ്പീരിയൻസിനെ കുറിച്ച് പറയാം. ഇപ്പം എൻ്റെ കാര്യത്തിലാണെങ്കിൽ ഞാൻ പറയും, എനിക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതിലും വിദ്യാർത്ഥികളെ അവരുടെ ആശയവിനിമയം ആ ഒരു കഴിവിൽ അതിന് ട്രെയിനിങ് കൊടുക്കുന്നതിലുമാണ് എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളത്. അപ്പം എങ്ങനെ പറയും? ഐ ഹാവ് എക്സ്പീരിയൻസ് ഇൻ ടീച്ചിങ് സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് ട്രെയിനിങ് സ്റ്റുഡൻസ് ഇൻ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. ഇനി പാഷൻ. പാഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു ക്യാരക്ടർ തന്നെയാണ് കാണിക്കുന്നത്. നമുക്ക് എന്തിനോടാണ് ഏറ്റവും ഇഷ്ടം എന്നുള്ളത് അറിയുമ്പോൾ നമ്മളുടെ ഏകദേശം ഒരു രൂപം അവർക്ക് പിടികിട്ടും. എൻ്റെ കേസിലാണെങ്കിൽ ഐ എം പാഷനറ്റ് അബൌട്ട് ടീച്ചിങ് ആൻഡ് ഹെൽപ്പിംഗ് പീപ്പിൾ ഗെയിൻ കോൺഫിഡൻസ്. അതായത് പഠിപ്പിക്കുക എന്നുള്ളത് എൻ്റെ പാഷനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സന്തോഷത്തോടെ ഇഷ്ടത്തോടെ ആസ്വദിച്ച് ചെയ്യുന്നതാണ് നമ്മുടെ പാഷൻ. ആൻഡ് ഹെൽപ്പിംഗ് പീപ്പിൾ ഗെയിൻ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ആത്മവിശ്വാസം നേടുന്നതിൽ ആൾക്കാരെ സഹായിക്കുക. അതും എൻ്റെ പാഷനാണ്. ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ നേടുക എന്നാണ് ഗെയിൻ എന്ന് പറഞ്ഞ അർത്ഥം. ഇനി സ്ട്രെങ്ത്, അതായത് നമ്മൾ ഏത് മേഖലയിലാണ് നമുക്ക് നല്ല ശക്തി, അതായത് നമ്മുടെ ഒരു ബലം എന്നൊക്കെ പറയില്ല, അത് ഏത് മേഖലയാണ്. ഇപ്പൊ നമുക്കത് 2-3 കാര്യങ്ങൾ പറയാം. നമുക്ക് നന്നായിട്ട് സംസാരിക്കാൻ പറ്റും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും ആശയങ്ങൾ, അത് നമ്മുടെ ഒരു സ്ട്രെങ്ത് ആണ്. പിന്നെ നമ്മൾ നല്ല ഡെഡിക്കേറ്റഡ് ആണ്. അത് ഏത് കാര്യം ഏൽപ്പിച്ചാലും നമ്മൾ നല്ല അർപ്പണ ബുദ്ധിയോടുകൂടി അത് വളരെ സിൻസിയർ ആയിട്ട് ചെയ്യും. പിന്നെ നമ്മൾ ഏതൊരു സാഹചര്യവുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്നവരാണ്.
ഇതൊരു നല്ല 3 ക്വാളിറ്റീസ് ആണ്. ഏതൊരു ജോലിക്കും ആവശ്യമുള്ള 3 ക്വാളിറ്റീസ് ആണ്. അപ്പോൾ അത് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. ഇതെല്ലാം നമ്മൾ ഒരു ഇന്റർവ്യൂവിൽ പറയണമെങ്കിൽ നമുക്കത് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പൊ തന്നെ ചിന്തിച്ച് ഈ ഒരു രീതിയിലേക്ക് നമ്മൾ നമ്മുടെ മോഡ് മാറ്റണം. അപ്പൊ നമുക്ക് അവിടെ ചെന്ന് കള്ളത്തരത്തിൽ പറയേണ്ടി വരില്ല. അപ്പൊ നമ്മൾ ജെന്യൂൻ ആയിട്ട് പറയുമ്പോൾ അത് എല്ലാവർക്കും മനസ്സിലാവും. അപ്പൊ ഇനിയിപ്പോ ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ വിഷമിക്കില്ല. ഇപ്പൊ ഉണ്ടാക്കിയെടുക്കുക. ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ചെന്ന് ധൈര്യമായിട്ട് അത് പറയാം. മൈ സ്ട്രെങ്ത്സ് ആർ ക്ലിയർ കമ്മ്യൂണിക്കേഷൻ. വളരെ വ്യക്തമായിട്ട് എനിക്ക് ആശയവിനിമയം നടത്താൻ പറ്റും. ഡെഡിക്കേഷൻ, ഞാൻ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആളാണ്, അർപ്പണമുള്ള ആളാണ്. ആൻഡ് അഡാപ്റ്റബിലിറ്റി. അഡാപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ ഏതൊരു സാഹചര്യവുമായിട്ട് ഞാൻ പൊരുത്തപ്പെട്ടു പോകും. ഇനി നമ്മുടെ ഗോൾ എന്താണ്? എൻ്റെ കഴിവുകൾ എനിക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റിയ മേഖലകൾ, അത് പ്രത്യേകിച്ച് എനിക്ക് പ്രൊഫഷണൽ ആയിട്ട്, അതായത് ജോലി സംബന്ധമായിട്ട് എനിക്ക് വളരാൻ പറ്റിയ അവസരങ്ങളാണ് എൻ്റെ ഒരു ഗോൾ എന്ന് പറയുന്നത്. അങ്ങനെ അവസരങ്ങളാണ് ഞാൻ തേടുന്നത്. ഐ ആം ലുക്കിംഗ് ഫോർ ആൻ ഓപ്പർച്യൂണിറ്റി. ഐ ആം ലുക്കിംഗ് ഫോർ ആൻ ഓപ്പർച്യൂണിറ്റി. അവസരത്തിനാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനത്തെ? വേർ ഐ ക്യാൻ കോൺട്രിബ്യൂട്ട് മൈ സ്കിൽസ്. എൻ്റെ കഴിവുകൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയ, വേർ ഐ ക്യാൻ കോൺട്രിബ്യൂട്ട് വെച്ച സംഭാവന, എൻ്റെ സ്കില്ലുകൾ ഉപയോഗപ്പെടുത്താൻ പറ്റിയ, വേർ ഐ ക്യാൻ കോൺട്രിബ്യൂട്ട് മൈ സ്കിൽസ് ആൻഡ് ഗ്രോ പ്രൊഫഷണലി. ആൻഡ് ഗ്രോ പ്രൊഫഷണലി എന്ന് പറഞ്ഞാൽ ഔദ്യോഗികമായിട്ട് എനിക്ക് വളരാൻ പറ്റിയ അവസരങ്ങൾ എന്നാണ് അർത്ഥം. ആൻഡ് ഗ്രോ പ്രൊഫഷണലി. ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ജോലി തന്നാൽ ആ സ്ഥാപനത്തിന് നമ്മളെ കൊണ്ട് ഗുണമുണ്ടാകുമെന്നും അതുവഴി അവർ വളരാൻ ആഗ്രഹിക്കുന്നു, അതൊരു നല്ല കാര്യം തന്നെയായിട്ട് അവരെടുക്കും. അല്ലാതെ നമുക്ക് പ്രൊഫഷണലി വളരാൻ വേണ്ടി ഉള്ള ലക്ഷ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ അത് സ്വാഭാവികമായിട്ട് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇംപ്രഷനാണ് ഉണ്ടാക്കുക. അതുകൊണ്ട് അവർക്ക് നമ്മളെ കൊണ്ട് എന്ത് ഉപയോഗം ഉണ്ടാകും എന്ന് എപ്പോഴും പറയാൻ നമ്മൾ ഓർത്തിരിക്കണം. അപ്പോൾ ഈ ഒരു സിമ്പിൾ ഫോർമുല വെച്ചുകൊണ്ട് നിങ്ങളുടെ ആദ്യത്തെ ആ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ നല്ല ഭംഗിയായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇനി നമുക്ക് ഓരോ സെക്ഷൻ ബൈ സെക്ഷൻ എങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുമെന്ന് നമുക്ക് നോക്കാം. ഇനി ഇങ്ങനെ ഒരു ചോദ്യം ചിലപ്പോൾ വരും കേട്ടോ. വാട്ട് ആർ യുവർ വീക്ക്നെസ്സസ്? അതായത് എല്ലാ മനുഷ്യർക്കും എന്തെങ്കിലുമൊക്കെ വീക്ക്നെസ് ഉണ്ടാവുമല്ലോ. അപ്പൊ അത് നമ്മൾ സ്വയം തിരിച്ചറിഞ്ഞ് അത് നമ്മൾ മാറ്റാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് അറിയാനായിട്ടായിരിക്കും ആ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ നമ്മൾ ഒരിക്കലും ഐ ആം ലേസി എന്നോ ഐ ഗെറ്റ് ആംഗ്രി ക്വിക്ലി എന്നോ അങ്ങനെയൊന്നും നമ്മൾ പറയേണ്ട ആവശ്യം അവിടെ ഇല്ല. അവിടെ നമ്മൾ പറയേണ്ടത് എന്താണ്? ജെന്യുവൻ ആയിട്ട് നമ്മൾ ചിന്തിച്ചു നോക്കുക, നമുക്ക് എന്താണ് നമ്മുടെ ഒരു വീക്ക്നെസ്, അത് നമുക്ക് പറയാം. പക്ഷെ അതൊരു പോസിറ്റീവ് ആയിട്ടായിരിക്കണം നമ്മൾ പറയേണ്ടത്. ഇപ്പൊ ഒരു കാര്യം നമ്മളെ ഏൽപ്പിച്ചാൽ അതിൻ്റെ സൂക്ഷ്മമായിട്ട് ഒരു ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ വളരെ ഫോക്കസ് ചെയ്യും. അങ്ങനെ നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ചു വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ടൈം മാനേജ്മെന്റ് നമുക്ക് ഉണ്ടാവില്ല. അപ്പൊ അത് നമുക്ക് പറയാം. അപ്പൊ അവിടെ ഒരു പോസിറ്റീവും കൂടെ ഉള്ള ഒരു നെഗറ്റീവ് ആണത്. ഐ ഫോക്കസ് ടു മച്ച് ഓൺ ഡീറ്റെയിൽസ്. ഞാൻ ഡീറ്റെയിൽസിൽ വളരെയധികം കൂടുതൽ ഞാൻ ഫോക്കസ് ചെയ്യാറുണ്ട്. ഐ ഫോക്കസ് ടു മച്ച് ഓൺ ഡീറ്റെയിൽസ് ബട്ട് ഐ ആം ഇംപ്രൂവിങ് മൈ ടൈം മാനേജ്മെന്റ്. പക്ഷെ എൻ്റെ ടൈം മാനേജ്മെന്റ് ഞാൻ ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബട്ട് ഐ ആം ഇംപ്രൂവിങ് മൈ ടൈം മാനേജ്മെന്റ്. ഇനി അവർ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കും, വൈ ഷുഡ് വി ഹയർ യു? ഹയർ യു എന്ന് വെച്ചാൽ നിങ്ങളെ ഞങ്ങൾ എന്തിന് ജോലിക്ക് എടുക്കണം? വൈ ഷുഡ് വി ഹയർ യു എന്ന് പറയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മളെ കൊണ്ട് ആ ഒരു കമ്പനിക്കുള്ള ഉപയോഗമാണ് നമ്മളവിടെ പറയേണ്ടത്. ഐ ആം ഹാർഡ് വർക്കിംഗ് ആൻഡ് ഐ വിൽ ഗീവ് മൈ ബെസ്റ്റ്. ഞാൻ കഠിനാധ്വാനിയാണ്, ഹാർഡ് വർക്കിംഗ് ആണ്, ഞാൻ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. ആൻഡ് ഐ ട്രൈ ടു ഗീവ് മൈ ബെസ്റ്റ്. ഏറ്റവും നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഞാൻ ശ്രമിക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് അവരെന്നെ ഹയർ ചെയ്യണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഒരു ചോദ്യം വരാം, വൈ ഡു യു വാണ്ട് ദിസ് ജോബ്? നിങ്ങൾക്ക് എന്തിനാണ് ഈ ജോലി എന്ന് പറയുമ്പോൾ നമ്മൾ ഉടനെ നമ്മുടെ സാമ്പത്തിക പ്രാരാബ്ദങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവിടെ പറയേണ്ട ആവശ്യമില്ല. അതാ പറഞ്ഞു, നമ്മൾക്ക് ജോലി തന്നാൽ അതുകൊണ്ട് അവർക്ക് എന്താണ് നേട്ടം എന്നുള്ളതിന് നമ്മൾ സ്ട്രെസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ആൻസർ പറയാം. ദിസ് ജോബ് മാച്ചസ് മൈ സ്കിൽസ് ആൻഡ് ഇൻട്രസ്റ്റ്. അതായത് എൻ്റെ എക്സ്പെർട്ടീസ്, അതായത് ഞാൻ ഏത് ജോലിയിലാണ് വൈദഗ്ധ്യമുള്ളത്, എനിക്ക് ഏത് ജോലിയിലാണ് വൈദഗ്ധ്യമുള്ളത് അതിന് മാച്ച് ചെയ്ത ജോലിയാണിത്. സ്കിൽസ് ആൻഡ് ഇൻട്രസ്റ്റ്. അപ്പം ദിസ് ജോബ് മാച്ചസ് മൈ സ്കിൽസ് ആൻഡ് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ അപ്പോൾ ആ ജോലി നമുക്ക് ഇഷ്ടമുള്ളതിനൊരു റീസണും ഉണ്ട്, അതുകൊണ്ട് അവർക്ക് ഉപയോഗമുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ഇതായിരിക്കും, വാട്ട് ഡു യു നോ അബൌട്ട് അവർ കമ്പനി? അപ്പോൾ ഏതൊരു കമ്പനിയിൽ ജോലിക്ക് പോകുമ്പോഴും നമ്മൾ ആ കമ്പനിയെ കുറിച്ച് കുറച്ചൊന്ന് പഠിച്ചിട്ട് വേണമല്ലോ പോകാൻ. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് നമുക്ക് 1-2 സെന്റൻസ് പറയാം. ഇനി ജനറൽ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു സെന്റൻസ് ഇതാണ്, യുവർ കമ്പനി ഈസ് വെൽ നോൺ ഫോർ ക്വാളിറ്റി ആൻഡ് പ്രൊഫഷണലിസം. നിങ്ങളുടെ കമ്പനി ഗുണനിലവാരത്തിനും പ്രൊഫഷണലിസത്തിനും പേരുകേട്ടതാണ്. ആ കമ്പനിയെ കുറിച്ചുള്ള നമ്മുടെ മതിപ്പാണ് അതിൽ നമ്മൾ പ്രകടമാക്കുന്നത്. സോ യുവർ കമ്പനി ഈസ് നോൺ ഫോർ ഇറ്റ്സ്
ക്വാളിറ്റി ആൻഡ് പ്രൊഫഷണലിസം. അതല്ലാതെ ഇത് കൂടാതെ ആ കമ്പനിയെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ നമ്മൾ ഹിസ്റ്ററി ഒന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ഇന്റർവ്യൂവിന് പോവാൻ. അത് നമുക്ക് ഇവിടെ ആഡ് ചെയ്യുകയും ചെയ്യാം. ആർ യു എ ടീം പ്ലെയർ? നിങ്ങളൊരു ടീം പ്ലെയർ ആണോ എന്ന് ചോദിച്ച അർത്ഥം എന്താ? നിങ്ങൾക്ക് ഗ്രൂപ്പായിട്ടൊക്കെ ജോലി ചെയ്യാൻ ഇഷ്ടമുണ്ടോ എന്നാണ്. അപ്പൊ നമ്മൾ എന്താ പറയേണ്ടത്? യെസ്, ഐ എൻജോയ് വർക്കിംഗ് ഇൻ എ ടീം. ഒരു ടീമിൽ ജോലി ചെയ്യുന്നത് ഞാൻ ആസ്വദിക്കുന്നു എന്ന് തന്നെ പറയണം. ഹൗ ഡു യു ഹാൻഡിൽ പ്രഷർ? സമ്മർദ്ദമൊക്കെ നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? അപ്പൊ എന്ത് പറയാ? ഐ സ്റ്റേ കാം ആൻഡ് ഫോക്കസ് ഓൺ സൊല്യൂഷൻസ്. അത് എപ്പോഴും നമ്മൾ അങ്ങനെ ആയിരിക്കണം. എന്തൊരു പ്രഷർ വന്നാലും എന്തൊരു ഇഷ്യൂ വന്നാലും നമ്മൾ വളരെ ശാന്തമായിട്ട് നിലകൊള്ളുക. അപ്പൊ അത് നമുക്ക് പറയാനും പറ്റും. ഐ സ്റ്റേ കാം ആൻഡ് ഫോക്കസ് ഓൺ സൊല്യൂഷൻസ്. പിന്നെ നമ്മൾ എന്താണ് ഇതിന് പരിഹാരം എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. അതിൽ ശ്രദ്ധിക്കും. അങ്ങനെ പ്രശ്നങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നവരെ ആയിരിക്കും ഒരു കമ്പനിക്ക് ആവശ്യം. അല്ലാതെ എരുതിയിൽ എണ്ണ ഒഴിച്ച് വഴക്കുണ്ടാക്കുന്നവരെ അല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു ക്യാരക്ടർ ട്രേറ്റ് ഇല്ലെങ്കിൽ നമ്മൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കണം. I stay calm and focus on solutions. Where do you see yourself in 5 years? നിങ്ങൾ അടുത്ത 5 വർഷം കഴിയുമ്പോൾ നിങ്ങളെ എവിടെയാണ് കാണുന്നത്? അതായത് നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് നിങ്ങളുടെ കോൺസെപ്റ്റ് എന്താണെന്നാണ്. ഇതൊരു ഒരു ജനറൽ ആയിട്ടൊരു നല്ല ആൻസർ ആണ്. ഐ സീ മൈസെൽഫ് ഇൻ റെസ്പോൺസിബിൾ പൊസിഷൻ. നല്ല ഉത്തരവാദിത്വമുള്ള ഒരു പദവിയിൽ ഞാൻ എന്നെ കാണുന്നു. അപ്പം നാച്ചുറൽ ആണ് അല്ലേ? നമുക്ക് അങ്ങനെ ആഗ്രഹിക്കുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല. അപ്പോൾ അത് മേ ബി ആ കമ്പനിയിൽ തന്നെ നല്ലൊരു പൊസിഷൻ നമ്മൾ ആഗ്രഹിക്കുന്നു എന്ന് വിചാരിക്കും അവര്. ഇനി നിങ്ങൾ ഫ്രഷേഴ്സ് ആണെന്ന് വിചാരിക്കുക, എക്സ്പീരിയൻസ് ഒന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമ്മളൊരു ജോബ് ഇന്റർവ്യൂവിന് പോകുന്നു. ഡു യു ഹാവ് എക്സ്പീരിയൻസ് എന്നായിരിക്കും അവർ ചോദിക്കുക. അപ്പൊ നമ്മൾ എടുത്തടിച്ച് നോ എന്ന് പറയേണ്ട ആവശ്യമില്ല. അതിന് പകരം അത് പോസിറ്റീവായിട്ട് എങ്ങനെ പറയാം? ഐ ആം എ ഫ്രഷർ ബട്ട് ഐ ലേൺ തിങ്സ് ക്വിക്ക്ലി. ഞാനൊരു ഫ്രഷറാണ്, പക്ഷെ ഞാൻ കാര്യങ്ങൾ പെട്ടെന്ന് പഠിക്കും. അപ്പൊ കണ്ടോ, നമ്മൾക്ക് എക്സ്പീരിയൻസ് ഇല്ല എന്ന് നമ്മൾ വളരെ മനോഹരമായിട്ട് പറയുകയും ചെയ്തു. പെട്ടെന്ന് പഠിക്കുന്ന ഒരു ക്വാളിറ്റി എനിക്ക് ഉണ്ടെന്ന് നമ്മൾ അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ബട്ട് ഐ ആം എ ക്വിക്ക് ലേണർ, അല്ലെങ്കിൽ ഐ ലേൺ തിങ്സ് ക്വിക്ക്ലി. ക്യാൻ യു വർക്ക് ഓവർ ടൈം? നിങ്ങൾക്ക് ഓവർ ടൈം ചെയ്യാൻ പറ്റും. ആവശ്യമാണെങ്കിൽ അതെ. അപ്പൊ ആവശ്യമാണെങ്കിൽ എന്നൊരു ക്ലോസ് വെക്കുന്നത് നല്ലതാണ്. ആവശ്യമെങ്കിൽ എന്നൊരു ക്ലോസ് നമ്മൾ പറയുന്നത് നല്ലതാണ്. കാരണം അനാവശ്യമായിട്ട് അപ്പൊ നമ്മളെ ഉപയോഗിക്കരുത് എന്നുള്ളൊരു മെസ്സേജും നമ്മൾ അവിടെ സോഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഹൗ ഡു യു ഹാൻഡിൽ മിസ്റ്റേക്സ്? നിങ്ങൾ എങ്ങനെയാണ് തെറ്റുകൾ ഹാൻഡിൽ ചെയ്യുന്നത്? ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ചെയ്യുമ്പോഴൊക്കെ മിസ്റ്റേക്സ് വരാം. ഹൗ ഡു യു ഹാൻഡിൽ മിസ്റ്റേക്സ്? അപ്പോൾ നല്ലൊരു ആൻസർ എന്ന് പറഞ്ഞാൽ ഐ ലേൺ ഫ്രം മൈ മിസ്റ്റേക്സ് എന്നാണ്. അങ്ങനെ തന്നെയാണ് വേണ്ടത് അല്ലേ? നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ തെറ്റ് വരുമ്പോൾ അത് തിരുത്തി കുറച്ചുകൂടെ നന്നായിട്ട് നമ്മളെ ഇമ്പ്രൂവ് ചെയ്യുക. സോ അത് നാച്ചുറൽ ആയിട്ട് നമ്മൾ അങ്ങ് പറഞ്ഞാൽ മതി. ഐ ലേൺ ഫ്രം മൈ മിസ്റ്റേക്ക്. ക്യാൻ യു വർക്ക് അണ്ടർ പ്രഷർ? നിങ്ങൾക്ക് സമ്മർദ്ദത്തിൽ ജോലി ചെയ്യാൻ പറ്റുമോ? അത് സമ്മർദ്ദമുള്ള സാഹചര്യങ്ങളിലും നിങ്ങൾക്ക് അത് ജോലി ചെയ്യാൻ പറ്റുമോ? യെസ്, ഐ ക്യാൻ മാനേജ് പ്രഷർ വെൽ. തീർച്ചയായിട്ടും അതെ, സമ്മർദ്ദത്തിൽ പോലും ഞാൻ നന്നായി ജോലി ചെയ്യും. യെസ്, ഐ ക്യാൻ മാനേജ് പ്രഷർ വെൽ. ക്യാൻ യു വർക്ക് അണ്ടർ സൂപ്പർവിഷൻ? അതായത് ഇപ്പോൾ മേലധികാരികളുടെ കീഴിൽ അവരുടെ മേൽനോട്ടത്തിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ അതിന് തയ്യാറാണോ എന്നാണ്. ക്യാൻ യു വർക്ക് അണ്ടർ സൂപ്പർവിഷൻ? കാരണം അവിടുത്തെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഫോളോ ചെയ്യുമോ അറിയണം അവർക്ക്. അല്ലാതെ തോന്നിയ പോലെ ചെയ്യുന്ന ആളാണോ എന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ പറയണം യെസ്, ഐ ഫോളോ ഇൻസ്ട്രക്ഷൻസ് കെയർഫുള്ളി. ഞാൻ എല്ലാ നിർദ്ദേശങ്ങളും വളരെ ശ്രദ്ധയോടെ ഫോളോ ചെയ്യും. ഒരു നഴ്സിംഗ് ഇന്റർവ്യൂ. വൈ ഡിഡ് യു ചൂസ് നഴ്സിംഗ്? എന്തുകൊണ്ടാണ് നിങ്ങൾ നഴ്സിംഗ് ചൂസ് ചെയ്തത്? പല കാരണങ്ങളുണ്ടാവാം, പക്ഷെ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു കാരണമായിരിക്കണം നമ്മളവിടെ പറയേണ്ടത്. ഐ ലവ് കെയറിങ് ഫോർ പേഷ്യൻസ്. രോഗികളെ പരിപാലിക്കുന്നത് ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നു അല്ലെ? അങ്ങനെയുള്ളവർ തന്നെയായിരിക്കണം നഴ്സിംഗ് തെരഞ്ഞെടുക്കേണ്ടത്. ഐ ലവ് കെയറിങ് ഫോർ പേഷ്യൻസ്. ഹൗ ഡു യു ഹാൻഡിൽ ഡിഫിക്കൽട്ട് പേഷ്യൻസ്? കുറച്ച് ബുദ്ധിമുട്ടിക്കുന്ന പേഷ്യൻസ് ഉണ്ടാവുമല്ലോ, അവരെ നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? അപ്പൊ നാച്ചുറലി നമ്മൾ എന്താ പറയേണ്ടത്? വിത്ത് പേഷ്യൻസ് ആൻഡ് എംപതി. ക്ഷമയോടെ കരുണയോടെ ഞാൻ അത് ഹാൻഡിൽ ചെയ്യും. അങ്ങനെ ആയിരിക്കണമല്ലോ. വിത്ത് പേഷ്യൻസ് ആൻഡ് എംപതി. എംപതി എന്ന് പറഞ്ഞാൽ അവരുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ചിന്തിക്കും. അവരെന്തുകൊണ്ടായിരിക്കും ഇപ്പൊ ദേഷ്യപ്പെടുന്നത്? അവരുടെ വേദനയോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഉണ്ടായിരിക്കും. അങ്ങനെ നമ്മളൊരു എംപതി, നമ്മൾ അവരുടെ സ്ഥാനത്ത് നിന്ന് നോക്കിയിട്ട് അവരോടൊരു കരുണ കാണിക്കും. അതാണ് എംപതി എന്ന് പറയുന്നത്. അപ്പം ഇതില് വിത്ത് പേഷ്യൻസ് ആൻഡ് എംപതി. അതിൽ ആദ്യത്തെ പേഷ്യൻ്റ് എന്ന് പറയുന്നത് രോഗിയാണ്. ആ സ്പെല്ലിംഗ് ശ്രദ്ധിച്ചോ. രണ്ടാമത്തത് ക്ഷമ എന്ന് പറയുന്ന പേഷ്യൻസ് ആണ്. അവിടുത്തെ സ്പെല്ലിങ്ങും ഒന്ന് നോട്ട് ചെയ്തോളൂ. നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ചെയ്യാൻ നിങ്ങൾക്ക് സൗകര്യമുണ്ടോ? ആർ യു കംഫർട്ടബിൾ വിത്ത് നൈറ്റ് ഷിഫ്റ്റ്സ്? യെസ്, ഐ എം ഫ്ലെക്സിബിൾ. തീർച്ചയായും ഞാൻ ഫ്ലെക്സിബിൾ ആണ്. ഞാൻ അതിനൊക്കെ റെഡി ആണെന്നാണ് അർത്ഥം. ഫ്ലെക്സിബിൾ ആണ്. നൈറ്റ് ആയാലും ഡേ ആയാലും ഞാൻ അത് ചെയ്യാൻ റെഡിയാണ്. ഐ എം ഫ്ലെക്സിബിൾ.
അല്ലാതെ എനിക്ക് പകല് മാത്രമേ പറ്റൂ അങ്ങനെ പറയുന്ന ഒരാളല്ല എന്നർത്ഥം. വഴങ്ങും. നിങ്ങൾ എങ്ങനെയാണ് ശുചിത്വം പാലിക്കുന്നത്? ഹൗ ഡു യു മെയിൻറ്റെയിൻ ഹൈജീൻ? ബൈ ഫോളോയിങ് ഹോസ്പിറ്റൽസ് പ്രോട്ടോകോൾ. പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ കാര്യപരിപാടികൾ. അവിടുത്തെ ഇപ്പോൾ ഒരു സ്ഥാപനത്തിന്റെ പ്രത്യേക ചില കാര്യപരിപാടികളൊക്കെ ഉണ്ടാവും, അതിനെ ഫോളോ ചെയ്യും എന്നർത്ഥം. ബൈ ഫോളോയിങ് ഹോസ്പിറ്റൽസ് പ്രോട്ടോകോൾസ്. ആശുപത്രിയിലെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഞാൻ ശുചിത്വം സൂക്ഷിക്കും. ഇനി എമർജൻസി വന്നാൽ നിങ്ങൾ എങ്ങനെ ആക്ട് ചെയ്യും? ഹൗ ഡു യു ഹാൻഡിൽ എമർജൻസീസ്? നമ്മൾ അത്യാഹിത വിഭാഗം എന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ വായിക്കാറില്ലേ? അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? ഐ സ്റ്റേ കാം ആൻഡ് ആക്ട് ക്വിക്ക്ലി. ഞാൻ ശാന്തമായി നിന്നുകൊണ്ട് പെട്ടെന്ന് വേണ്ട കാര്യങ്ങൾ ചെയ്യും. ഐ സ്റ്റേ കാം ആൻഡ് ആക്ട് ക്വിക്ക്ലി. ഇനി അടുത്തത് PSC ഗവൺമെന്റ് ജോലിക്കുള്ള ഇന്റർവ്യൂ ആണെന്ന് വിചാരിക്കും. വൈ ഗവൺമെന്റ് ജോബ്? എന്തുകൊണ്ടാണ് ഗവൺമെന്റ് ജോബ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത്? അപ്പൊ അതിനൊരു കറക്റ്റ് ഉത്തരം എന്താണ്? ഗവൺമെന്റ് ജോബ് എന്ന് പറയുമ്പം അത് സ്ഥിരതയാണ്, മാത്രമല്ല പൊതുജന സേവനമാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ പറയും? ഫോർ സ്റ്റെബിലിറ്റി ആൻഡ് പബ്ലിക് സർവീസ്. സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ സ്ഥിരത. ഇനി വാട്ട് ഇസ് പബ്ലിക് സർവീസ്? എന്താണ് പബ്ലിക് സർവീസ്? ജനങ്ങളെ സത്യസന്ധമായി സേവിക്കുക. സെർവിങ് പീപ്പിൾ ഓണസ്റ്റ്ലി. സെർവിങ് പീപ്പിൾ ഓണസ്റ്റ്ലി. ആർ യു റെഡി ടു വർക്ക് എനിവെയർ? എവിടെ വേണമെങ്കിലും ജോലി ചെയ്യാൻ നിങ്ങൾ റെഡിയാണോ? യെസ്, ഐ ആം വില്ലിംഗ്. അതെ, ഞാൻ തയ്യാറാണ്. ഐ ആം വില്ലിംഗ്. കറപ്ഷൻ നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? ഹൗ ഡു യു ഹാൻഡിൽ കറപ്ഷൻ? ഹൗ ഡു യു ഹാൻഡിൽ കറപ്ഷൻ? കറപ്ഷൻ എന്ന് പറഞ്ഞാൽ അഴിമതി. അഴിമതി നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? ഞാൻ നിയമങ്ങൾ കർശനമായി പാലിക്കും. ഐ ഫോളോ റൂൾസ് സ്ട്രിക്ട്ലി. ഐ ഫോളോ റൂൾസ് സ്ട്രിക്ട്ലി. കർശനമായി ഞാൻ നിയമങ്ങൾ പാലിക്കും. ഇനി വിസയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണെന്ന് വിചാരിക്കുക. നിങ്ങൾ എന്തിനാണ് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നത്? വൈ ഡു യു വോണ്ട് ടു ഗോ അബ്രോഡ്? വൈ ഡു യു വോണ്ട് ടു ഗോ അബ്രോഡ്? നാച്ചുറലി കൂടുതൽ നല്ല അവസരങ്ങൾക്കായി. ഫോർ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ്. ഫോർ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ്. കുറച്ചുകൂടി മികച്ച അവസരങ്ങൾക്ക് വേണ്ടി. വിൽ യു റിട്ടേൺ ടു ഇന്ത്യ? ഇന്ത്യയിലേക്ക് നിങ്ങൾ തിരിച്ചു വരുമോ? യെസ്, ആഫ്റ്റർ കംപ്ലീഷൻ. പൂർത്തിയായ ശേഷം ഞാൻ തിരിച്ചു വരും എന്ന് പറയുന്നത് തന്നെയാണ് വിസ കിട്ടാൻ എളുപ്പം. ഹൂ വിൽ സ്പോൺസർ യു? നിങ്ങളെ ആരാണ് സ്പോൺസർ ചെയ്യുക? സ്പോൺസർ എന്ന് പറഞ്ഞാൽ അറിയാലോ, നിങ്ങൾക്ക് സാമ്പത്തികവും മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആരായിരിക്കും എന്നാണ്. മൈസെൽഫ് എന്ന് പറയാം, ഞാൻ തന്നെയാണ്. അല്ലെങ്കിൽ എംപ്ലോയർ. എംപ്ലോയർ എന്ന് പറഞ്ഞാൽ എനിക്ക് ജോലി തന്ന ആളാണ് എന്നെ സ്പോൺസർ ചെയ്യുന്നത്. ഡു യു ഹാവ് റിലേറ്റീവ്സ് അബ്രോഡ്? നിങ്ങൾക്ക് ബന്ധുക്കളുണ്ടോ വിദേശത്ത്? ഉണ്ടെങ്കിൽ യെസ്, ഇല്ലെങ്കിൽ നോ. യെസ്, ഐ ഹാവ്. നോ, ഐ ഡോണ്ട്. വാട്ട് ഇഫ് യുവർ വിസ ഇസ് റിജക്റ്റഡ്? വാട്ട് ഇഫ് യുവർ വിസ ഇസ് റിജക്റ്റഡ്? നിങ്ങളുടെ വിസ റിജക്റ്റ് ചെയ്യപ്പെട്ടാൽ എന്ത് ചെയ്യും? വാട്ട് ഇഫ് യുവർ വിസ ഇസ് റിജക്റ്റഡ്? ഞാൻ വീണ്ടും ശ്രമിക്കും. ഐ വിൽ ട്രൈ അഗെയിൻ. ഐ വിൽ ട്രൈ അഗെയിൻ. അപ്പൊ പോസിറ്റീവ് ആയിരിക്കും. ഇനി ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം. ജനറൽ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് മോട്ടിവേറ്റ്സ് യു? അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഊർജം, അതെന്താണ്? സക്സസ് ആൻഡ് ലേണിംഗ് എന്ന് പറഞ്ഞ ഒരു നല്ലൊരു ജനറൽ ആയിട്ടുള്ള ഒരു ആൻസർ ആണ്. നമുക്ക് എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യുന്നത് ആ സക്സസ് അല്ലെ, വിജയവും അതിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളും ആയിരിക്കും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. ഹൗ ഡു യു മാനേജ് ടൈം? നിങ്ങൾ എങ്ങനെയാണ് സമയം മാനേജ് ചെയ്യുന്നത്? ബൈ പ്ലാനിങ്. സിമ്പിൾ ആൻസർ ആണ്, പക്ഷെ അതൊരു വലിയൊരു പോയിന്റ് ആണ്. ബൈ പ്ലാനിങ്. ഏത് കാര്യവും ഒരു പ്ലാനിങ്ങോടുകൂടി ചെയ്യുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. ക്യാൻ യു മൾട്ടി ടാസ്ക്? ഒരു സമയത്ത് 2-3 കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അറ്റ് എ ടൈം? യെസ്, ഐ ക്യാൻ. അത് എനിക്ക് പറ്റും. ഇനി വാട്ട് ഈസ് യുവർ സാലറി എക്സ്പെക്ടേഷൻ? നിങ്ങളുടെ സാലറിയെ കുറിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷ എന്താണ്? അതിന് ഈ ഒരു ഉത്തരം തന്നെ ആസ് പെർ കമ്പനി നോംസ്. ആസ് പെർ കമ്പനി നോംസ്. കമ്പനി നിബന്ധനകൾ പ്രകാരം എന്താണോ അതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ അതൊരു നല്ല ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു ആൻസർ ആണ്. ഇനി വിൽ യു സൈൻ ബോണ്ട്? ചിലപ്പോൾ ചില ജോലിക്ക് ഇപ്പൊ ഇത്ര വർഷം അവിടെ ചെയ്യണം എന്നൊക്കെ കരാർ ഒപ്പിടേണ്ടി വരും. അപ്പൊ അതവർ ചോദിക്കും വിൽ യു സൈൻ ബോണ്ട്? യെസ് ഇഫ് റീസണബിൾ. അത് പറയാൻ നമ്മളൊരു ധൈര്യം കാണിക്കണം. കാരണം എല്ലാം യെസ്, ജോലി കിട്ടാൻ വേണ്ടി യെസ് എന്ന് മാത്രമല്ല, യെസ് ഇഫ് റീസണബിൾ, അത് ന്യായമാണെങ്കിൽ ഞാൻ തയ്യാറാണ് എന്ന് തന്നെ നമ്മൾ പറയണം. ക്യാൻ യു റീലൊക്കേറ്റ്? അതായത് നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ സ്ഥലം മാറി ഇങ്ങോട്ട് വരാൻ പറ്റുമോ? റീലൊക്കേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്നാണ്. ക്യാൻ യു റീലൊക്കേറ്റ്? യെസ്, ഐ ക്യാൻ. വെൻ ക്യാൻ യു ജോയിൻ? എപ്പോൾ ജോയിൻ ചെയ്യാൻ പറ്റും? ഇമ്മീഡിയറ്റ്ലി, ഉടൻ തന്നെ. എനിക്ക് ഇത്ര സമയം വേണം അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ ഒന്നുമല്ല, ഇപ്പോൾ തന്നെ ഉടൻ തന്നെ ജോയിൻ ചെയ്യാം. ഇനി അവരിങ്ങനെ ചിലപ്പോൾ നമ്മളോട് ചോദിക്കും എനി ക്വസ്റ്റ്യൻസ് ഫോർ അസ്? ഞങ്ങളോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അപ്പൊ പറയാൻ പറ്റിയൊരു സേഫ് ആൻസർ ആണ് ഐ വോണ്ട് ടു നോ അബൌട്ട് ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് ഹിയർ.
ഇവിടുത്തെ നമ്മുടെ ജോലിയിൽ വളരാനുള്ള സാധ്യതകൾ അതെനിക്ക് അറിയണമെന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഒരു ആത്മവിശ്വാസം അതെങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് വാട്ട് മേക്സ് യു ഡിഫറെന്റ്? നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് എന്താണ്? മൈ ആറ്റിറ്റ്യൂഡ്. കാരണം ഏത് കാര്യം വന്നാലും നമ്മളുടെ ഒരു സമീപനമാണ് നമ്മളെപ്പോഴും വ്യത്യസ്തമാക്കുന്നത്. അപ്പോൾ അത് നമ്മൾ കൂളായിട്ട് തന്നെ പറയണം. മൈ ആറ്റിറ്റ്യൂഡ്. ഹൗ ഡു യു ഹാൻഡിൽ ഫെയിലിയർ? ഒരു പരാജയത്തെ നേരത്തെ നമ്മൾ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞ പോലെ തന്നെ ഹൗ ഡു യു ഹാൻഡിൽ ഫെയിലിയർ? ഐ ലേൺ ഫ്രം ഇറ്റ്. ഞാൻ അതിൽ നിന്ന് പഠിക്കുന്നു, ഞാൻ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നു എന്നർത്ഥം. ആർ യു കോൺഫിഡൻറ്റ് ഇൻ ഇംഗ്ലീഷ്? നിങ്ങൾ ഇംഗ്ലീഷിൽ കോൺഫിഡൻ്റ് ആണോ? യെസ്, ഐ ആം ഇംപ്രൂവിങ്. തീർച്ചയായും ഞാൻ ഇപ്പോൾ ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ക്യാൻ യു വർക്ക് ഇൻഡിപെൻഡൻ്റ്ലി? നിങ്ങൾക്ക് സ്വതന്ത്രമായി ജോലി ചെയ്യാൻ സാധിക്കുമോ? യെസ്, ഐ ക്യാൻ. ഇനി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം, വാട്ട് ഈസ് യുവർ ബിഗസ്റ്റ് അച്ചീവ്മെന്റ് എന്ന് ചോദിച്ചാൽ നമുക്കിപ്പോൾ വലിയ വലിയ അച്ചീവ്മെന്റ്സ് ഒന്നും ഇല്ലേ എന്ന് ആലോചിച്ച് നമ്മൾ വിഷമിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഉള്ളവർക്ക് അതൊക്കെ അവിടെ പറയാം. അല്ലെങ്കിൽ പറയാവുന്ന ഒരു ജെന്യുവൻ ഉത്തരമാണ് കംപ്ലീറ്റിംഗ് മൈ സ്റ്റഡീസ്. എൻ്റെ പഠനം പൂർത്തിയാക്കിയതാണ് എൻ്റെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ്, അല്ലെ? അത് വളരെ ജെന്യുവൻ ആയിട്ടുള്ള ഒരു ആൻസർ അല്ലേ? കംപ്ലീറ്റിംഗ് മൈ സ്റ്റഡീസ്. ഹൗ ഡു യു ഹാൻഡിൽ ക്രിറ്റിസിസം? നിങ്ങൾ ക്രിറ്റിസിസം, അത് വിമർശനം, നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു? പോസിറ്റീവ്ലി, വളരെ പോസിറ്റീവായിട്ട് ഞാനത് ഹാൻഡിൽ ചെയ്യും. വൈ ഷുഡ് വി സെലക്ട് യു? നിങ്ങളെ ഞങ്ങൾ എന്തിനു സെലക്ട് ചെയ്യണം? ബിക്കോസ് ഐ ആം സിൻസിയർ ആൻഡ് ഡെഡിക്കേറ്റഡ്. ഞാൻ സത്യസന്ധനും സമർപ്പിതനുമാണ്. അതായത് ഞാൻ സത്യസന്ധമായ കാര്യങ്ങൾ ചെയ്യും. ഞാൻ ഈ ഒരു ജോലി എന്നെ ഏൽപ്പിച്ചാൽ അതിൽ ഞാൻ കംപ്ലീറ്റ് ഡെഡിക്കേറ്റഡ് ആണ്, സമർപ്പിതനാണ്. ഐ എം സിൻസിയർ ആൻഡ് ഡെഡിക്കേറ്റഡ്. അപ്പൊ ചോദിക്കാൻ സാധ്യതയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കവർ ചെയ്തത്. ഇതെല്ലാം നിങ്ങൾ ഒന്നുകൂടെ നോക്കി നന്നായി എവിടെയെങ്കിലും എഴുതി വെച്ച് പഠിച്ച് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, നമ്മുടെ ഈ ഒരു സീരീസിൽ എന്തൊക്കെ ടോപ്പിക്സ് ആണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ എല്ലാവരും ഒന്ന് സജസ്റ്റ് ചെയ്യുക. അതെല്ലാം നമുക്ക് ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഏറ്റവും കൂടുതൽ ഏതാണോ വരുന്നത് അത് നമുക്ക് ആദ്യം ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ അത് മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് ഗുരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എല്ലാ കോഴ്സുകളെ കുറിച്ചുമുള്ള ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. അതെല്ലാം നോക്കി നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതിൽ ജോയിൻ ചെയ്യുക. ഈ നമ്പറിൽ വിളിച്ചാൽ മതി. Okay, so see you in the next video. Until then, you take care. Sadguruveshan.